സ്വന്തം നിലനിൽപ്പിനും മറ്റൊന്നിനെ നിലനിർത്താനുമാണ് മുഖമൂടി ധരിച്ച സ്നേഹഭാവങ്ങളുമായി അയാൾ നിനക്കൊപ്പം കൂടിയത്. സ്നേഹത്തിന്റെ അന്ധതയിൽ കഠിനമായ അധ്വാനത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായി നീ സാധിച്ചു കൊടുത്ത് നില മെച്ചപ്പെടുത്തി കൊടുത്തെങ്കിലും നിനക്ക് മുമ്പിൽ നുണകളുടെ മായിക വലയം തീർത്തുകൊണ്ട് അവരുടെ അധാർമിക പ്രവൃത്തികളുടെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. ഞാൻ ശിവൻ ഇത് അനുവദിക്കില്ല. അപ്പോഴൊക്കെയും അവരുടെ അധർമ്മങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ദുസ്സൂചനകളായി ഞാൻ നൽകിയതുമാണ്. എന്നാൽ അമിത മോഹങ്ങളും അത്യാഗ്രഹവും അവരുടെ കണ്ണിനെയും മനസ്സിനെയും മറച്ചു കഴിഞ്ഞിരുന്നു. അതിലൂടെ അതുവരെയും അവരുടെ ഉന്നതിക്കായി കൂടെ നിന്ന് പ്രവർത്തിച്ച നിന്നെ അവഗണിച്ചുകൊണ്ട് കൂടുതൽ ഗുണകരമെന്ന് കരുതിയ ചില വിപത്തുകളെ ചേർത്തതു മുതൽ അവരുടെ നാശനഷ്ടങ്ങൾക്കും വേഗതയേറി തുടങ്ങി. അമിതമായി അവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിന്റെ പേരിൽ നിന്നെ മാത്രമല്ല, നിന്റെ ധാർമ്മിക നിലപാടുകൾക്കും സ്നേഹത്തിനും ഒപ്പം നിന്ന് എന്നെയും ചേർത്താണ് അവർ വഞ്ചിച്ചത്. അങ്ങനെയാണ് നിനക്കും അവർക്കുമിടയിൽ അകൽച്ചയുണ്ടാക്കുവാനുള്ള സാഹചര്യം ഞാൻ രൂപപ്പെടുത്തിയത്. അകൽച്ചയുടെ തുടക്കത്തിൽ തന്നെ അവർ നിന്നിൽ മറ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിച്ച അധാർമിക പ്രവർത്തികളും അതിലുൾപ്പെട്ട വ്യക്തികളെയും നിനക്ക് മുമ്പിൽ എത്തിച്ചെങ്കിലും അവരുമായുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്വീകരിച്ച് അമിത സ്നേഹത്താലും വിശ്വാസത്താലും അവരുടെ വാക്കുകളെ വിശ്വസിച്ച് വീണ്ടും നീ ചതിക്കപ്പെടാതിരിക്കുവാനായി ആ മാർഗങ്ങൾ അവരെക്കൊണ്ട് തന്നെ ഇല്ലാതാക്കുന്ന വഴികളും ഞാൻ ഒരുക്കി. അതുകൊണ്ട് മാത്രമാണ് അവരുടെ എല്ലാ ദുഷ്പ്രവൃത്തികളും തിരിച്ചറിയാൻ നിനക്ക് സാധിച്ചതും നിന്നിലൂടെ തന്നെ പ്രതികരണങ്ങൾക്ക് തുടക്കമിട്ടതും. ആ പ്രതികരണങ്ങൾ അവരെ പ്രതിരോധത്തിലാക്കിയതിന്റെ പകയുമായി നിലകൊള്ളുമ്പോൾ പോലും അവർ കാരണം നിനക്കുണ്ടായ നഷ്ടങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുകയുമില്ല. നിന്റെ നന്മകളിലൂടെ അവർ നേടിയെടുത്ത എല്ലാ സുഖ സൗഭാഗ്യങ്ങളെയും മറ്റാർക്കും കൊണ്ടും സാധിക്കാത്തതും നീ ചെയ്തു കൊടുത്തതുമായ ഉപകാരപ്രദമായ പല കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് കപടമായ സ്വന്തം ആത്മാഭിമാനത്തിനെ ഉയർത്തിക്കാട്ടുന്നതിനായി എല്ലാ കുറ്റങ്ങളും നിന്നിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അപമാനിക്കാനും നിന്നെയും നിന്റെ വിമർശന ചോദ്യങ്ങളെയും ഇല്ലാതാക്കുവാനുമായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഇവിടെ നീ മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്നാൽ, ഇത്രയും നാൾ ഉപകാരിയായി കൂടെ നിന്ന നീ അവർക്കൊപ്പമുള്ളവർക്ക് അപരിചിതനും, എന്നാൽ നിന്നോട് അധർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ കൂടെ ചേർത്തവരൊക്കെയും സുപരിചിതരുമായിരിക്കുമെന്നതാണ്. പക്ഷേ അവരുടെ പ്രതിസന്ധികളിൽ സുപരിചിതരായ വ്യക്തികൾ അപരിചിതരായി മാറുകയും ചെയ്യും. കാരണം അവരിൽ ആരും തന്നെ നിന്നെപ്പോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർക്കൊരു മുന്നോക്കമുണ്ടാക്കി കൊടുക്കാൻ വന്ന വ്യക്തികളല്ല. പകരം അവരിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യസാധ്യത്തിനു വേണ്ടി മാത്രം കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ നീ കൊടുത്ത സ്നേഹവും സംരക്ഷണവുമൊന്നും ആ ചൂഷകരിൽ നിന്ന് അവർക്ക് ലഭിക്കുകയുമില്ല. ഒരു നാൾ നിന്റെ മൂല്യമെന്തെന്നും നിന്നോട് ചെയ്ത അധർമ്മങ്ങൾക്കായി കൂടെ ചേർത്തവരെന്തായിരുന്നു എന്നും അതിലൂടെ അവർ നേടിയ സന്തോഷങ്ങളെക്കാൾ കൂടുതൽ നീ ഉൾപ്പെടെയുള്ള വലിയ നഷ്ടങ്ങളാണ് അവർക്ക് സംഭവിച്ചതെന്നും തിരിച്ചറിയും. അന്ന് ഹൃദയവേദനയോടെ നിന്നെ നഷ്ടപ്പെടുത്താൻ കാരണമായ അധർമ്മങ്ങൾ ചെയ്തതിനെ ഓർത്ത് അവർ സ്വയം പഴിക്കും.